പാതിരാത്രി. രചന ഷർഫീന. അവതരണം ജംസി. കണ്ണൻ വാതിൽ തുറന്നപ്പോൾ തന്നെ കാണുന്നത് പട്ടിയോടിച്ച് എക്സ്പ്രഷനുമിട്ട് നിൽക്കുന്ന ഉണ്ണിയെയാണ്. എൻ്റെ ദൈവമേ, ഇവൻ വെപ്രാളം കൊണ്ട് ആ പെണ്ണിനെ എന്തെങ്കിലും ചെയ്ത് കാണുമോ? കണ്ണൻ മനസ്സിൽ പറഞ്ഞു. എന്താടാ, നീ എന്തിനാ വിളിച്ചേ? കണ്ണൻ ചോദിച്ചു. കണ്ണാ, നീയൊന്നിങ്ങ് വന്നേ. റൂമിൽ നിന്ന് പാറു നോക്കുന്നത് കണ്ട് ഉണ്ണി അവനെ വലിച്ച് റൂമിൻ്റെ സൈഡിൽ മാറ്റി നിർത്തി. ഉണ്ണി, നീ എന്താ ഈ കാണിക്കുന്നേ? എന്താ കാര്യമെന്ന് പറയടാ. അത് കണ്ണാ, അവൾക്ക് ഉറക്കം വരുന്നില്ല പോലും. ഉണ്ണി ടെൻഷനോടെ പറഞ്ഞു. എന്തോന്നാ? കണ്ണൻ മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ കണ്ണാ, ഞാൻ അവളോട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറയാ ഉറക്കം വരുന്നില്ലെന്ന്. ഉണ്ണി ദയനീയമായി പറഞ്ഞു. ഡാ പൊട്ടാ, അവർ ഉറങ്ങാതിരുന്നാലല്ലേ നമ്മൾ ആണുങ്ങൾക്ക് നല്ലത്. കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എനിക്കെന്തോ ടെൻഷൻ ആവുന്നടാ. നീ ഇത് നോക്കിയേ, അവൾ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് കിടന്ന് വിറയ്ക്കുവാ ഞാൻ. ഉണ്ണി തൻ്റെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഉറങ്ങാത്തതാണോ നിന്റെ പ്രശ്നം? കണ്ണൻ സാവകാശത്തോടെ അവനോട് ചോദിച്ചു. അതല്ല കണ്ണാ, അവൾ ഉറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു എന്നല്ലേ? ഉണ്ണിയേറെ വിഷമത്തോടെ പറഞ്ഞു. അതിനെന്താ, അവളുടെ ആഗ്രഹം നീ നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത്? കണ്ണൻ ചെറു ചിരിയോടെ പറഞ്ഞു. ഡാ, എന്നാലും. ഉണ്ണി പറയാൻ തുടങ്ങുമ്പോഴേക്കും കണ്ണൻ അവനെ തടഞ്ഞു. നീ ചെന്ന് അവൾക്ക് നല്ല അടാർ കിസ് വെച്ച് കൊടുക്ക്. പിന്നെയെല്ലാം നീ തന്നെത്താനെ ചെയ്തുകൊള്ളും. എന്നാൽ ഗുഡ് നൈറ്റ്. എൻ്റെ പെണ്ണ് അവിടെ കാത്തുനിന്ന് മുഷിഞ്ഞിട്ടുണ്ടാകും. അതും പറഞ്ഞ് കണ്ണൻ അവൻ്റെ റൂമിൽ കയറി വാതിലടച്ചു. ഉണ്ണി ടെൻഷനോടെ തന്നെ അവൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിൽ കയറിയപ്പോൾ തന്നെ കണ്ടു തന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നവളെ. ഉണ്ണി ഒരു വിളറിയ ചിരി നൽകിക്കൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തിരിക്കുമ്പോൾ രണ്ടുപേരും നന്നായി വിയർക്കാൻ തുടങ്ങി. വിറയൽ അധികമായപ്പോൾ അവൻ മേശയിലിരുന്ന പാലെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. പൂർവി കണ്ണും തള്ളി അവനെ നോക്കിപ്പോയി. ഉണ്ണിയേട്ടൻ പാല് വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോലും തരാതെ ഒറ്റ വലിക്ക് കുടിച്ചല്ലോ. പൂർവി പതിഞ്ഞ ശബ്ദത്തിൽ അവനോട് ചോദിച്ചു. അതില്ലേ, സ്റ്റാമിന കിട്ടാൻ വേണ്ടി കുടിച്ചതാ. അവനൊരു പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് വന്നിരുന്നു. അപ്പോഴും പൂർവി അവൻ പറഞ്ഞതിൽ കുടുങ്ങിക്കിടക്കുകയാ. അവളിൽ പേടി അധികരിച്ചു. പാറുവിൽ നിന്നറിഞ്ഞ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് അവൻ കടക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഉണ്ണി മെല്ലെ ബെഡിലിരിക്കുന്ന അവളുടെ കൈക്ക് മുകളിൽ അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചു. അവളിപ്പോൾ കരയുമെന്നായി. അവനും ടെൻഷൻ കാരണം മുൾമുനയിലെത്തിയിരുന്നു. ദൈവമേ, ഞാനിനി എന്താ ചെയ്യാ? ഉണ്ണി മനസ്സിൽ പറഞ്ഞു. പൂർവി, നമുക്ക് കിടന്നാലോ? കിടന്ന് കിട്ടിയാൽ അവൾ ക്ഷീണം കാരണം വേഗം ഉറങ്ങിക്കൊള്ളും. ദേവിയെ, ഇങ്ങേര് കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുകയാണോ? പൂർവി പേടിയോടെ മനസ്സിലോർത്തു. ഞാൻ സാരി അഴിക്കട്ടെ? ഞെട്ടി ഉണ്ണി അടപടലം ഞെട്ടി. പൂർവി അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി വേഷം മാറണമെന്ന കാരണം പറഞ്ഞ് ബാത്റൂമിൽ കയറി നിൽക്കാമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ പറയേണ്ട രീതി മാറിപ്പോയി. ഉണ്ണി ഉമിനീരിറക്കാൻ വയ്യാതെ നിന്നുപോയി. ദൈവമേ, ഇവളെല്ലാം എന്നേക്കാളും ഫാസ്റ്റാണ്. ഞെട്ടലൊക്കെ മാറി ഉണ്ണി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഞാൻ ഇപ്പോൾ വരാം. ഉണ്ണി അതും പറഞ്ഞ് വാതിലിനടുത്തേക്ക് പാഞ്ഞു. ആ പാഞ്ഞത് കണ്ണൻ്റെ കഞ്ഞിയിലെ പാറ്റയാണോ എന്നൊരു സംശയം. ഇതേ സമയം കണ്ണൻ്റെ റൂമിൽ രതിപുഷ്പം പൂക്കുന്ന യാമം. വാതിലടച്ച് തിരിഞ്ഞ കണ്ണൻ വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കി പാടാൻ തുടങ്ങി. പാടുന്നതിനനുസരിച്ച് ഷർട്ടിൻ്റെ ഓരോ ബട്ടൺസ് അഴിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പതിയെ ചുവടുകൾ വെച്ചു. പാട്ടുപാടലും ഷർട്ടൂരി സൈഡിലേക്ക് എറിഞ്ഞിരുന്നു. അതോടൊപ്പം അവൻ്റെ മുണ്ടും അവൻ്റെ കൈകളാൽ വേർപ്പെട്ടിരുന്നു. ഷോ, ഈ കണ്ണേട്ടൻ! പാറു നാണത്താൽ കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു. ഇപ്പോൾ അവൻ്റെ ശരീരത്തിൽ ജോക്കി മാത്രം. അധരശില്പങ്ങൾ മദനതൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം, ഇന്നാണ് നമ്മുടെ സംഗമം. അതും പാടി അവൻ അവളുടെ മേലേക്ക് ചാടി വീണിരുന്നു. അവൻ അവളുടെ നേരിയത് മാറിൽ നിന്നും വലിച്ചു മാറ്റിക്കൊണ്ട് മാറിടുക്കിൽ മുഖം പുഴ്ത്തി. അവൾ പുളഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവിടേക്ക് കൂടുതൽ അമുക്കി പിടിച്ചു. അവൻ പല്ലുകൊണ്ട് ബ്ലൗസിൻ്റെ ഓരോ ഹുക്കുകളായി അഴിച്ചുകൊണ്ടിരുന്നു.
അതിനനുസരിച്ച് അവൻ്റെ മുടിയിലുള്ള അവളുടെ കൈകൾ മുറുകി. ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന എല്ലാ അർത്ഥത്തിലും സ്വന്തമാകാൻ. അതിനാൽ തന്നെ അവരിൽ ആവേശം കൂടുതലായിരുന്നു. പെട്ടെന്നാണ് ഡോറിൽ ആരോ തട്ടിയത്. പിന്നെ ഒരു വിളിയും, കണ്ണാ. ഉണ്ണിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ കണ്ണൻ്റെ മുഖം ദയനീയമായി. പാറു, 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് കണ്ണൻ നിലത്ത് കിടന്ന മുണ്ടെടുത്ത് നെഞ്ചോളം മുടുത്ത് വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ കാണുന്നത് നഖവും കടിച്ചു നിൽക്കുന്ന ഉണ്ണിയെയാണ്. ഇനി എന്താടാ നിന്റെ പ്രശ്നം? ഉണ്ണിയുടെ ശബ്ദത്തിൽ ദയനീയത കലർന്നിരുന്നു. ആകെ വിയർത്ത് മുടിയൊക്കെ അലങ്കോലമായി ചെറിയ രീതിയിൽ കിതച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന കണ്ണനെ കണ്ട് ഉണ്ണി വന്ന കാര്യം മറന്ന് അമ്പരപ്പോടെ ചോദിച്ചു, ഡാ, നീ എന്താ കിതയ്ക്കുന്നേ? നീ രാത്രിയും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയോ? ഉണ്ണി അവനെ നോക്കി പല്ല് കടിച്ചു. ദൈവമേ, എന്തിനാണ് എന്നോട് ഇങ്ങനെ? ഡാ പൊട്ട, നിനക്ക് ബുദ്ധിയില്ലേ? ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണെന്ന കാര്യം നീ മറന്നോ ഉണ്ണി? കണ്ണൻ ജനിച്ചിട്ട് ഇതുവരെ ഉണ്ണിയോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഉണ്ണി തിരിച്ചും. അത്രയ്ക്ക് സ്നേഹമാണ് അവർ ഇരുവരും തമ്മിൽ. അതൊക്കെ പോട്ടെ, നീ വന്ന കാര്യം പറയ്. അത് കണ്ണ, അവള് സാരി അയക്കണമെന്ന് പറഞ്ഞു. എനിക്കാകെ ടെൻഷനാവുന്നടാ, ഉണ്ണി വിഷമത്തോടെ പറഞ്ഞു. അയ്യോ എൻ്റെ ഉണ്ണി, അവൾക്ക് ഈ രാത്രി സാരിയൊക്കെ വാരി ചുറ്റി മുഷിച്ചൽ തോന്നുന്നുണ്ടാകും, അതായിരിക്കും. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല. ഉണ്ണിക്കും അത് ശരിയാണെന്ന് തോന്നി. അവനിൽ ആശ്വാസം നിറഞ്ഞു. ഉണ്ണിയുടെ മുഖത്തെ ആശ്വാസം കണ്ടപ്പോൾ കണ്ണന് പേടിയാണ് തോന്നിയത്. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവന് തോന്നി. അതിനെന്നോണം കണ്ണൻ ഉണ്ണിയുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് മാറി നിന്ന് കൊണ്ട് പറഞ്ഞു, ഉണ്ണി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ദാമ്പത്യം എന്നത് പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും വേണ്ട ഒന്നാണ്. നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ഏറ്റവും സുന്ദരം, അല്ലെങ്കിൽ വല്ലാത്ത വികൃതമാകും. ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശാരീരിക ബന്ധം. അതിനെ ഇങ്ങനെ പേടികൊണ്ടല്ല നേരിടേണ്ടത്. സ്ത്രീകൾ ഒരിക്കലും ഇതിന് മുൻകൈ എടുക്കില്ല. അതിന് നമ്മൾ പുരുഷന്മാർ തന്നെ മുന്നിട്ടിറങ്ങണം. പ്രണയം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും തലോടൽ കൊണ്ടും അവർക്ക് ഞങ്ങളിലുള്ള പേടിയും നാണവും മാറ്റിയെടുക്കണം. പരസ്പര സമ്മതത്തോടെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പൂർവിയും നിന്നെപ്പോലെ കുറച്ച് ഒതുങ്ങിയ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. അതിൽ നീയും പിന്നോക്കം നിന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. നമ്മുടെ മുന്നിൽ അവർ നാണം കാണിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരും ആഗ്രഹിക്കുന്നുണ്ടാകും പുതിയൊരു തുടക്കത്തിന്. നിനക്ക് പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ണി മനസ്സിലായുന്ന രീതിയിൽ ഒന്ന് മൂളി. എന്നാ മോൻ ചെന്ന് പേടിയും ടെൻഷനൊക്കെ മാറ്റിവെച്ച് കാര്യങ്ങൾ തുടങ്ങിക്കോ. ഞാനും പകുതിക്ക് വെച്ചത് പൂർത്തിയാക്കട്ടെ. അതും പറഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ ഉണ്ണിയുടെ പുറത്ത് തള്ളിക്കൊണ്ട് അവനെ വിട്ട് കണ്ണൻ അവൻ്റെ റൂമിലേക്ക് കയറി വാതിലടക്കാൻ നേരം തല മാത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ട്, ഡാ ഉണ്ണിയെ, ഇനിയും ഓരോ കൊനഷ്ട ചോദ്യവും കൊണ്ട് വന്നേക്കല്ലേടാ. റൂമിലേക്ക് പോകുന്ന ഉണ്ണിയെ നോക്കി വിളിച്ച് പറഞ്ഞുകൊണ്ട് കണ്ണൻ വാതിലടച്ചു. ഉണ്ണി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ പൂർവി സാരി മാറ്റി നൈറ്റി ഇട്ടിരുന്നു. അവൾ അവനെയും കാത്ത് സോഫയിൽ ഇരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് നിന്നിരുന്നു. വാടോ, ഒരുപാട് സമയമായില്ലേ, നമുക്ക് കിടക്കാം. അത് കേൾക്കേണ്ട താമസം അവൾ വേഗം കയറി കിടന്നു. അവനും ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ കൂടെ വന്ന് കിടന്നു. അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ടെൻഷൻ കാരണം എങ്ങനെ തുടങ്ങണമെന്നറിയാതെ അവൻ ആകെ കുഴഞ്ഞു. അവൻ അടുത്ത് വന്ന് കിടന്നപ്പോൾ തന്നെ പൂർവിയുടെ ഹൃദയമിടിപ്പ് കൂടി. ഉണ്ണി രണ്ടും കൽപ്പിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞ് തൻ്റെ കാലെടുത്ത് അവളുടെ കാലിന് മുകളിലേക്ക് വെച്ചു. ഇരുവരും ഒരുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെ വിറയ്ക്കുന്നത് കൊണ്ട് അവളുടെ വിറയിൽ അവൻ അറിഞ്ഞില്ല. അവൻ്റെ മുഖം അവളുടെ ചെവിയോരം തൊട്ട് തൊട്ടില്ലെന്ന മട്ടിൽ വെച്ചു. പൂർവിയുടെ കൂട്ടുകാരൊക്കെ കല്യാണത്തിന് വന്നിരുന്നോ? അത് ചോദിക്കുന്നതോടൊപ്പം അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിലൂടെ മെല്ലെ തഴുകി. തൻ്റെ അടിവയറ്റിൽ നിന്ന് എന്തോ ഉരുണ്ട് കയറുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ വിറച്ചുകൊണ്ട് മൂളി. അവരൊക്കെ എന്ത് പറയുന്നു? അത് പറയലും അവളുടെ കീഴ്ച്ചുണ്ട് വായിലാക്കി നുണഞ്ഞു വിട്ടു അവൻ. ഒരു നിമിഷം പോലും ഇല്ലാത്ത ചുംബനം. അപ്പോഴേക്കും അവൾ ഐസ് പോലെ തണുത്തിരുന്നു. തിരിഞ്ഞു നിന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എന്തോ തടസ്സം പോലെ. അവൾ തന്നെയൊന്ന് കെട്ടിപ്പിടിച്ചാൽ ഇപ്പോൾ ബോധം പോകുമെന്ന രീതിയിൽ നിൽക്കുകയാണ് ഉണ്ണി. അവൻ്റെ കൈകൾ കഴുത്തിൽ നിന്ന് മെല്ലെ താഴേക്ക് സഞ്ചരിച്ചു. നൈറ്റിയും കടന്ന് ഇന്നറിനിടയിലൂടെ അവളുടെ മാറിൽ കൈകൾ അമർന്നു. ആദ്യമായി അറിയുന്ന പുരുഷ സ്പർശനത്തിൽ അവൾക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി. ഉണ്ണിക്കെന്തോ ടെൻഷൻ കാരണം വികാരങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല.
അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. ഉണ്ണിയേട്ടാ, എനിക്ക് പീരീഡ്സ് ആണ്. പീരിയഡ് ടൈം അല്ലെങ്കിൽ കൂടി പേടി കാരണം അവൾക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത്. അത് കേട്ടപ്പോൾ ഉണ്ണിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നാൽ പൂർവി ഉറങ്ങിക്കോളൂ, അതും പറഞ്ഞ് അവളെ വിട്ട് അവൻ തിരിഞ്ഞു കിടന്നു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉയർന്ന കൂർക്കം വലിയിലാണ് അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ പാറുവും കൂട്ടുകാരികളും ആദ്യ രാത്രിയെക്കുറിച്ച് സംസാരിച്ചത് ഓർത്തു. അതിൽ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ് ആ സമയം അവൾക്ക് ഓർമ്മ വന്നത്. പീരീഡ്സ് ആയതുകൊണ്ട് അവർ 3 മണി വരെ സംസാരിച്ചിരിക്കുകയായിരുന്നു എന്നത്. അതിനാൽ അവർക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന്. ആ ഓർമ്മയിലാണ് അവൾ ഉണ്ണിയോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ സംഭവിച്ചതോ നേരെ മറിച്ച്. അവൾ നിരാശയോടെ അവനെ ഒന്ന് നോക്കി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞാണ് അവരുടെ കല്യാണം. ആ സമയങ്ങളിലൊന്നും ഉണ്ണി അവളെ ഒന്ന് കാണാനോ ഫോൺ വിളിച്ച് സംസാരിക്കാനോ ശ്രമിച്ചിരുന്നില്ല. അതിനാൽ അവർക്ക് പരസ്പരം കൂടുതൽ അറിയാനും കഴിഞ്ഞില്ല. അവൾ അവനെ നോക്കി തിരിഞ്ഞു കിടക്കുമ്പോൾ എന്തിനോ വേണ്ടി ഒരു തുള്ളി മിഴുനീർ തലയണയെ ചുംബിച്ചിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ അവളും നിദ്രയെ പുൽകിയിരുന്നു. ഇതേ സമയം കണ്ണൻ്റെ റൂമിൽ മുണ്ട് ഊരി എറിഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ പാറു പിറകിലേക്ക് ചാഞ്ഞു. അവൻ ബെഡിൽ അവൾക്ക് മുകളിലായി കൈകുത്തി നിന്നുകൊണ്ട് ചോദിച്ചു, സ്വന്തമാക്കട്ടെ പെണ്ണെ ഞാൻ? കൊതി തോന്നുക എന്നിലാൽ പൊടിയുന്ന നിന്റെ വിയർപ്പിൻ്റെ രുചി അറിയുവാൻ, നിന്റെ ഉടലിലെ എൻ്റെ ഉമിനീരിനാൽ പൊതിയുവാൻ, എൻ്റെ പ്രണയത്താൽ നിന്നിൽ നിന്ന് ഉരയുന്ന എൻ്റെ പേര് വിളിച്ചുള്ള നിന്നിലെ പുലമ്പൽ കേൾക്കാൻ. ഇന്ന് ഈ രാത്രി നിന്നിലെ എല്ലാം എനിക്കറിയണം പെണ്ണെ. സമ്മതമല്ലേ ഞാൻ തരുന്ന നോവിനെ സ്വീകരിക്കാൻ? ക്ഷമയില്ലാത്തതുപോലെ ഉയർന്ന മിടിപ്പോടെ കണ്ണിൽ പ്രണയം നിറച്ച് ചോദിക്കുന്നവനെ കാണെ നാണത്താൽ ചുവന്ന കവിളുമായി സമ്മതം പോൽ അവനെ വാരി പുണർന്നിരുന്നു. അവൻ അവളുടെ താഴ്ന്ന മുഖത്തെ ഇരുകൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അന്തിച്ചുവപ്പണിഞ്ഞ കവിളിണയിൽ നേർമയിൽ ചുംബിച്ചു. അവൾ മിഴികൾ ചിമ്മിക്കൊണ്ട് ആ ചുംബനത്തെ സ്വീകരിച്ചു. ഇരുവരും ഒരുപോലെ അലിയാൻ ആഗ്രഹിച്ച നിമിഷം. നിറഞ്ഞു നിൽക്കുന്ന ഉന്മാദത്തോടെ, ആവേശത്തോടെ, കാമത്തോടെ, അതിലുപരി പ്രണയത്തോടെ അവളിലേക്ക് ലയിച്ച് അവസാനം അവനിലെ പ്രണയം അവളിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് തളർച്ചയോടെ അവളുടെ മാറിലേക്ക് വീണ് അവിടെ അമർത്തി ചുംബിച്ചു. അപ്പോഴേക്കും ഇരുവരും നന്നേ തളർന്നിരുന്നു. എല്ലാ അർത്ഥത്തിലും പരസ്പരം ഒന്നായ സംതൃപ്തിയിൽ കണ്ണൻ പാറുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് നിദ്രയിലേക്ക് വീണു. രാവിലെ ആദ്യം ഉണർന്നത് പൂർവിയായിരുന്നു. അവൾ വേഗം അടുത്ത് വെച്ച ഫോൺ കയ്യിലെടുത്ത് സമയം നോക്കി. 6 മണി ആകുന്നതേയുള്ളൂ. ഫോൺ അവിടെ തന്നെ വെച്ച് മുടി ഒന്നാകെ വാരിക്കെട്ടി സൈഡിൽ കമിഴ്ന്ന് കിടക്കുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കബോർഡിൽ നിന്ന് വൈറ്റ് ലെഗിൻസും ലൈറ്റ് ഗ്രീൻ ടോപ്പും എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി. ഉണ്ണി എഴുന്നേൽക്കുമ്പോൾ പൂർവി അടുത്തുണ്ടായിരുന്നില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ കുളിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ ഉടുത്തിരുന്ന മുണ്ട് മുറുകെ എടുത്തുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. മേശയിൽ നിന്ന് ബ്രഷുമെടുത്ത് അതിൽ പേസ്റ്റുമാക്കി ടൺ ക്ലീനറും എടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അവന് ബാത്റൂമിൽ നിന്ന് പല്ല് തേപ്പ് ഇഷ്ടമുള്ള കാര്യമല്ല. കിണറ്റിൻകരയിൽ നിന്ന് കൊണ്ടാണ് അവൻ്റെ പല്ല് തേപ്പും കുളിയുമൊക്കെ. പക്ഷേ കണ്ണൻ അങ്ങനെയല്ല. അവനെല്ലാം ബാത്റൂമിൽ നിന്നാണ്.